السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، اصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ സഹോദരങ്ങൾ, അൽ-അർബഊൻ ഫീ ഹുഖൂഖി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖ്, തൗഹീദ്, അത് പഠിപ്പിക്കുന്ന 40 ഹദീസുകളുടെ വിശദീകരണം, അതിൻ്റെ ആദ്യ ദർസിൻ്റെ ആദ്യ ഹദീസിൻ്റെ പാഠങ്ങളിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച ഈ കിതാബിലെ ഒന്നാമത്തെ ഹദീസിലെ പോയി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ പ്രസിദ്ധമായ ഹദീസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വിശദീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനവ്യൂഹത്തിൻ്റെ പുറകിലിരുന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യവേ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലം. എന്തായിരുന്നു ചോദ്യം? യാ മുആദ്, ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദി, അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഹഖ് താങ്കൾക്ക് അറിയുമോ മുആദ്? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിനോടുള്ള ഹഖ് പാലിച്ചാൽ അവരുടെ അടിമകൾക്ക് തിരിച്ചു നൽകുന്ന ഹഖെന്താണ്? അല്ലാഹുവിൻ സ്വയം നിശ്ചയിച്ച അവൻ്റെ ഭാഗത്തു നിന്നുള്ള അടിമകൾക്ക് നൽകുന്ന ഔദാര്യം എന്താണ്? അതിനുള്ള പ്രതിഫലം എന്താണ്? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഇതിന്റെ മറുപടി മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഹഖ് എന്നാൽ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനോടുള്ള ഇബാദത്തിൽ യാതൊരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഈ ഹഖ് പാലിച്ചാൽ അവൻ അവന്റെ അടിമകൾക്ക് നൽകുന്ന ഹഖ് എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അല്ലാഹുവിനോട് യാതൊന്നിനെയും ശിർക്ക് വെക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക, നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നതാണ് അല്ലാഹു നൽകുന്ന ഹഖ്. ഇത്രയും ഭാഗമാണ് ഇതിലെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. ശേഷം ഈ മറുപടി കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഫഖുൽതു, ഞാനപ്പോൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറു ബിഹിന്നാസ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെയോ? ഉബശ്ശിറു ബിഹിന്നാസ്, ഞാൻ ഇക്കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, ഖാല ലാ തുബശ്ശിറു, വേണ്ടതില്ല, താങ്കൾ അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല. ഫയത്തഖിലൂ, അവരതിൽ അവലംബിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാതെ ചടങ്ങിയിരിക്കും. അതിനാൽ താങ്കൾ അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല. ഇതാണ് ഹദീസിന്റെ അവസാന ഭാഗം. സ്വാഭാവികമായും എന്താണ് പരാമർശനത്തിനെ പറ്റി, എന്താണ് അതിൻ്റെ ആശയത്തിനെ പറ്റി നമുക്ക് സംശയമുണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്നത്. ശരി, ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്താണ്? ഒന്ന്,
പ്രധാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ മനോഹരമായ പാഠം ഈ ഹദീസിൽ നിന്ന് കേൾക്കുകയും സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും കൈക്കൊള്ളുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ച അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു നന്മ, ഒരു ഖൈർ, അത് തന്റെ സഹോദരങ്ങൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ചോദിച്ചത്. അഫലാ ഉബശ്ശിറുന്നാസ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ അത് നമുക്ക് ഈ ഹദീസിലൂടെ അതിൽപ്പെട്ട ഒരു കാര്യമായി മുആദ് റളിയല്ലാഹു അൻഹു ചോദ്യത്തെ നമുക്ക് വിലയിരുത്താം. നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവർക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ലഭിച്ചൊരു നന്മ അത് മറ്റുള്ളവർക്ക് ലഭിക്കാനും അതവർക്ക് പകർന്നു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും ആർക്കേ സാധിക്കുള്ളൂ? മുസ്ലിം ഉമ്മത്തിനോട് നസീഹത്തുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസാണ് ദീനു അൻ-നസീഹ. ദീൻ എന്നത് നസീഹത്താണ്. ആരോടൊക്കെയാണ്? സ്വഹാബത്ത് ചോദിക്കും, ലില്ലാഹി വലിറസൂലി വലികിതാബി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅഅമ്മതി. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അല്ലാഹുവിന്റെ കിതാബായ ഖുർആനിനോടും മുസ്ലിം ഭരണാധികാരികളോടും മുസ്ലിം പൊതുജനങ്ങളോടും പൊതു മുസ്ലിമുകളോട് നസീഹത്തുണ്ടായിരിക്കണം. പൊതു മുസ്ലിമീങ്ങളോട് ഏത് മുസ്ലിം ആകട്ടെ നമുക്ക് നസീഹത്തുണ്ടാകണം. എന്താണ് നസീഹത്ത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. നമുക്ക് എന്തൊരു നന്മ, ദൈഹികമാകട്ടെ പാരമ്പര്യമാകട്ടെ ദീനിയാകട്ടെ ഭൗതികമാകട്ടെ, ഏതൊരു നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് മുസ്ലിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് സ്വയം വെറുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊന്നും മുസ്ലിങ്ങൾക്ക് സംഭവിക്കരുതേ എന്ന് നമുക്ക് വെറുക്കുന്ന പോലെ വെറുക്കുന്നവരായിരിക്കണം. അവരിൽ വിവരമില്ലാത്തവർക്ക് പഠിപ്പിച്ചു നൽകണം, അവരിൽ അശ്രദ്ധയിലുള്ളവരെ തൊട്ടുണർത്തണം, അവർക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു നൽകണം. ഇങ്ങനെ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ ഹദീസിനെ വിശദീകരിക്കവേ, അവരെ കൂട്ടത്തിൽ ഒരു സാധാരണ മുസ്ലിം നിന്നോട് വന്നൊരു വാഹനം വാങ്ങണം എന്ന ഉദ്ദേശത്തിൽ നിന്നോട് അഭിപ്രായം തേടുകയാണ്. ഒരു വാഹനം വാങ്ങണം, അതല്ലെങ്കിൽ അവന്റെ വാഹനം വിൽക്കണം എന്ന് നിന്നോട് വന്ന് പറയണം. അവന്റെ കയ്യിൽ ഒരു വാഹനമുണ്ട്, അതേ വാഹനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച വിലക്ക് കിട്ടണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കാൾ വില അർഹിക്കുന്ന, വില നൽകാൻ സാധ്യതയുള്ള ആരെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ അയാളിലേക്ക് അവനെ തിരിച്ചു വിടണം. അവനോടുള്ള നസീഹത്താണ്. നമുക്ക് കുറഞ്ഞ വിലക്ക് അവന്റെ വാഹനം കിട്ടണമെങ്കിൽ നമ്മൾ അതിനേക്കാൾ വിലയുള്ളവരിലേക്ക്, വില നൽകുന്നവരിലേക്ക് അവനെ പറഞ്ഞേക്കാതിരിക്കുക എന്നുള്ളത് അവനോടുള്ള നസീഹത്തല്ല. ഇങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങളിൽ വരെ മുസ്ലിം പൊതു ഉമ്മത്തിനോട് നമുക്ക് നസീഹത്തുണ്ടാകണം. അവർക്കൊരു പ്രയാസമുണ്ടായാൽ, അവർക്കൊരു വേദന ഉണ്ടായാൽ നമ്മുടെ വേദനയായി, നമ്മുടെ പ്രയാസമായി നമുക്കത് തോന്നണം. അവർക്കൊരു ഖൈറുണ്ടായാൽ നമുക്കൊരു ഖൈർ ലഭിച്ചതുപോലെ നമ്മൾ സന്തോഷിക്കണം. ഇതാണ് മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹത്തിന്റെ ആകത്തുക. ഈ നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നന്മ റസൂലുള്ളാഹി അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അത് ജനങ്ങളെ അറിയിക്കട്ടെയോ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചത്. മുസ്ലിമീങ്ങളുടെ അടയാളമാണത്, മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. നന്മകൾ ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദീനിയായ നന്മകൾ, ദുനിയവിയായ നന്മ അത് ലഭിക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാരും സന്തോഷിക്കും. മുസ്ലിം എന്നോ കാഫിർ എന്നോ മുഅ്മിൻ എന്നോ ഫാസിഖ് എന്നോ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദുനിയവിയായ നന്മ ലഭിച്ചാൽ ആരും സന്തോഷിക്കും, സർവ്വജനങ്ങളും സന്തോഷിക്കും. ദീനിയായ നന്മകൾ ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആരായിരിക്കും? യഥാർത്ഥ മുഅ്മിനായിരിക്കും. അതാണ് മുഅ്മിനിന്റെ അടയാളം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ദീനിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ കാരുണ്യം, അവന്റെ ഖുർആൻ, ഈമാൻ, ഇസ്ലാം, തഖ്വ, ഇതൊക്കെ ലഭിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറയുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു. അപ്പോൾ നോക്കൂ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയെ, ഞാൻ ജനങ്ങളെ സന്തോഷവാർത്ത അറിയിക്കട്ടെയോ എന്ന ചോദ്യത്തിനു പിന്നിൽ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നസീഹത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പാഠം, ഇത് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുബശ്ശിറുഹും ഫയത്തകിലു, താങ്കൾ അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല, അവരതിൽ അവലംബിച്ച് പ്രവർത്തിക്കാതെ ചടഞ്ഞിരിക്കണം എന്നതാണ് ഇത്തക്കലയത്തക്കിലു എന്ന് പറഞ്ഞതിനർത്ഥം. പ്രവർത്തിക്കാതെ ഒരു കാര്യത്തിൽ അവലംബിച്ച് ചടഞ്ഞിരിക്കുക, അതിനാണ് ഇത്തക്കലയത്തക്കിലു എന്ന് പറയുന്നത്.
എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഈ ഹദീസിൽ അള്ളാഹുവിനോട് യാതൊരു ശിർക്കും ചെയ്യാത്തവർ അവർ തൗഹീദിലായി മരണപ്പെട്ടാൽ അവർക്ക് മറ്റെന്തെങ്കിലും തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, ശിർക്ക് സംഭവിക്കാത്തിടത്തോളം അവരുടെ അവസാനം സ്വർഗത്തിലായി, അവർ കാലാകാലം നരകത്തിലായിരിക്കും. അവർ ചെയ്ത തിന്മകൾ വൻപാപങ്ങളാകട്ടെ, ആ തിന്മകളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ലെങ്കിൽ തൗഹീദ് എന്ന മഹാനന്മാവരിലുള്ളത് കൊണ്ട്, ശിർക്ക് എന്ന വലിയ തിന്മവരിൽ ഇല്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ശിക്ഷിക്കാതെ ഒരു പക്ഷേ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഈ രണ്ട് സാധ്യതകളാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിലായി ഒരാൾ മരിച്ചാൽ അല്ലാഹു അവരെ പുറത്തു കൊടുക്കില്ല. ശിർക്കിലായി ഒരാൾ മരിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഈ ആയത്തിന് നമ്മൾ അർത്ഥം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാധാരണക്കാർ തെറ്റിച്ചർത്ഥം പറയാറുള്ള ഒരു ആയത്താണ്. എന്താണ് ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പുറത്തു കൊടുക്കില്ല, അൻ യുശ്റക ബിഹി, അവന് ശിർക്ക് വെക്കുന്നത്, അവന് ശിർക്ക് വെച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ള തിന്മകൾ അവൻ പുറത്തു കൊടുക്കും, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ. ഈ ആയത്തിന്റെ പ്രത്യക്ഷാർത്ഥം. അപ്പൊ ഇതിന്റെ പരിഭാഷ മാത്രം നോക്കി വായിച്ചാൽ ഒരാൾ എന്താ മനസ്സിലാക്കുക? ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പോയി, അതിന് ഒരിക്കലും അത് പുറത്തു കൊടുക്കില്ല. അതിന് താഴെയുള്ള തിന്മകളാണെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കും. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വെച്ചുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് ശിർക്ക് സംഭവിച്ചു തൗബ ചെയ്താലോ, തൗബയിലേക്ക് മടങ്ങിയാലോ അല്ലാഹു പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു മുഴുവൻ തിന്മകൾ പുറത്തു കൊടുക്കും. ശിർക്കാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ചവൻ തൗബ ചെയ്താൽ, തൗഹീദിലേക്ക് മടങ്ങിയാൽ, അദീമൻ ഉണ്ടാക്കിയാൽ അല്ലാഹു പുറത്തു കൊടുക്കും. ശിർക്കിലായ ഒരാൾ മരിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത മഹാതിന്മകൾ, വൻപാപങ്ങൾ, സബഉൽ മൂബിഖാത്ത്, അതുപോലെ സംഭവിച്ചു. പക്ഷേ തൗഹീദിൽ അവൻ സ്റ്റേബിളായിട്ടാണ് മരിച്ചത്. അങ്ങനെയുള്ളവരെ അവരുടെ അവസ്ഥ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ തഹ്ത മശീഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് താഴെയാണ്. ഒന്നുകിൽ അല്ലാഹു എന്ത് ചെയ്യും? അവന്റെ തൗഹീദും നന്മകൾ പരിഗണിച്ചു അവന്റെ തിന്മകൾക്ക് മേൽ ശിക്ഷിക്കാതെ അവനെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഒരു പക്ഷേ അള്ളാഹുവിന്റെ മശീഅത്തിന് താഴെയാണ് അവന്റെ കാര്യം. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ അതിന് അർഹരാക്കും. അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത തിന്മകളുടെ മേൽ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷെ അവൻ കാലാകാലം നരകത്തിൽ ഉണ്ടാവും. തൗഹീദുള്ളതുകൊണ്ട് ഇല്ല. നരകത്തിൽ അവൻ ചെയ്ത തിന്മകളുടെ ശിക്ഷയുടെ കാലാവധിക്ക് ശേഷം അവനെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇതാണ് അവന്റെ അവസ്ഥ. അപ്പോ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു അറിയിച്ച കാര്യം അതാണ്. അള്ളാഹുവിനോടുള്ള തൗഹീദ് അത് മുറുകെ പിടിച്ച് ശിർക്ക് കലരാതെ ഒരാൾ ജീവിച്ചാൽ, മരിച്ചാൽ, അള്ളാഹുവിന് നൽകുന്ന ഹക്ക് എന്താണ്? അവനെ നരകത്തിലിട്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതിന് രണ്ടർത്ഥമാണല്ലോ. ഒന്നുകിൽ പാടെ അവരെ ശിക്ഷിക്കുകയില്ല, നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതല്ലെങ്കിൽ അവൻ ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ നൽകിയതിനു ശേഷം നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കാതെ അവൻ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. രണ്ടാണെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന പ്രതീക്ഷ അവർക്കുണ്ടല്ലോ. ഈ പ്രതീക്ഷ കാരണത്താൽ തൗഹീദ് അത് മുറുകെ പിടിച്ചു ബാക്കി നന്മകളിൽ വർധനവില്ലാതെ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാതെ തൗഹീദിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ചില ആളുകൾ അതിൽ വഞ്ചിതരായേക്കാം. അങ്ങനെ വഞ്ചിതരായ അമലൊന്നും ചെയ്ത അവസാന കാലത്ത് ചിലപ്പോൾ അയാൾക്ക് ശിക്ഷ സംഭവിച്ചാലും, വേറെ അമലുകളൊന്നും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അയാളുടെ തിന്മകളും അയാളുടെ നന്മകളും സമാസമമാണെങ്കിലും, ഇങ്ങനെ തൗഹീദുണ്ട് അല്ലെങ്കിൽ തൗഹീദിൽ അവലംബിച്ചുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കാതെ നിഷ്ക്രിയരായി സൽക്കർമ്മങ്ങളിൽ മുഴുകാതെ ആളുകൾ ചിലപ്പോൾ അത് ചടഞ്ഞിരുന്നേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ ആ പരിധിയിൽ എല്ലാ സഹാബത്തും പെടുമോ? ഇല്ല. അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ടായേക്കാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിലുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ സന്തോഷ വാർത്ത നബി ആദ്യം അറിയിച്ചത്. മുആദ് റളിയല്ലാഹു അൻഹു സ്പെഷ്യലായി വിളിച്ച് നബി പ്രത്യേകം അറിയിച്ചു കൊടുത്തതുകൊണ്ടാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചടഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ആളായതുകൊണ്ടാണല്ലോ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനായ സഹാബത്തുകളില്ലേ? ഇല്ലേ? അബൂബക്കറില്ലേ, ഉമറില്ലേ, ഉസ്മാനില്ലേ, അലിയില്ലേ റളിയല്ലാഹു അൻഹു അവരൊന്നും ജീവിച്ചിരിക്കില്ലേ? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റു സ്വഹാബത്തില്ലേ?
ഇല്ലേ? അതുകൊണ്ട് എല്ലാ സ്വഹാബികളെയും ഈ കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകാം. സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും പൊതുവായിട്ടാണ് അറിയിപ്പ് നൽകുക. പ്രത്യേകം ചിലരെ വിളിച്ചിട്ടല്ലല്ലോ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിക്കുക. അതുകൊണ്ട് ചില ആളുകൾ ഈ ഹദീസിൽ വഞ്ചിതരായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാതെ തൗഹീദ് ഉണ്ടല്ലോ എന്നതിൽ നിഷ്ക്രിയരായി അവർ ചടഞ്ഞുകൂടിയിരുന്നേക്കാം. എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുബശ്ശിറുഹും, അവരെ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതില്ല. ഫയത്തഖിലൂ, അവരതിൽ പ്രവർത്തനങ്ങളിൽ മുഴുകാതെ ചടഞ്ഞിരുന്നേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഇതിന്റെ ആശയം. എന്നാൽ ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്തിനാണ് സന്തോഷ വാർത്ത അറിയിച്ചത്? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഹദീസ് എങ്ങനെ വായിക്കാം? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇത് ഉമ്മത്തിനെ അറിയിച്ചതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഈ ഹദീസ് നമ്മൾ കാണില്ലായിരുന്നു. റളിയല്ലാഹു അൻഹു ഇങ്ങനെ കിട്ടിയത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ചില പണ്ഡിതന്മാർ ചില ഹദീസുകൾ വെളിച്ചത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയത്ത് ഈ ഹദീസ് മൂടി വെച്ചാൽ താൻ കുറ്റക്കാരനാകുമോ എന്ന ഭയത്താൽ അത് ഉമ്മത്തിനെ അറിയിച്ചു കൊടുത്തു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതല്ല, മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉമ്മത്ത് അതായത് സ്വഹാബികളുടെ കൂട്ടത്തില് അറിയിച്ചു കൊടുക്കേണ്ടതില്ലാത്തവരുടെ ആ പ്രശ്നം ഒരു പക്ഷേ അത് പരിഹരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പൊതുവായി ഉമ്മത്തിനെ അറിയിച്ചതാകാം. അതല്ലെങ്കിൽ പ്രത്യേകമായി അർഹരായ ആളുകളെ അറിയിച്ചതാകാം. എന്തായാലും ഹദീസ് ഉമ്മത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം അറിയിച്ചു കൊടുത്തതുണ്ട്. അവരുടെ ദൗത്യമാണ് ഇൽമു മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇതാണ് ആ ഭാഗത്തിന്റെ ആശയം. ഇതിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം സുലൈമാൻ റഹീലി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുകയും പറഞ്ഞതായി കാണാം. ഒന്ന്, ഒരു ദീനിന്റെ ഒരു അറിവ് അത് മറച്ചു വെക്കുന്നതിൽ നന്മയുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാവുന്നതാണ്. അടിസ്ഥാനപരമായി ദീനിന്റെ വിജ്ഞാനം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും. അതാണ് അടിസ്ഥാനം. അള്ളാഹുവിന്റെ ഖുർആനിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു കിതാബ് കൊടുക്കുന്നവർ ദർസ് കംപ്ലീറ്റ് ആക്കും എന്ന ശർത്തുണ്ട് കേട്ടോ. ഇതിനാക്കണം മനസ്സിലാകുന്നത്. എല്ലാത്തൊരു ക്ലാസ് കഴിഞ്ഞോട് തിരിച്ചു വെക്കാം. കിതാബ് സ്വന്തമായി നൽകിയിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും സാഹചര്യവശാൽ സംഭവിക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് ഒരു ഹിമ്മത്ത് ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കിതാബ് ഇതിനെല്ലാം സ്വന്തമാക്കാം. അതല്ല ഉണ്ടെങ്കിൽ കഴിഞ്ഞ എടുത്തു വെക്കാം. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു നന്മ, ഒരു അറിവ്, അത് അറിയിച്ചു കൊടുത്താൽ നന്മയുണ്ടെന്ന് നമ്മൾ തീർച്ചയായും അത് അറിയിച്ചു കൊടുക്കണം. അത് മറച്ചു വെക്കരുത്. മറച്ചു വെച്ചാൽ അത് അറിയുന്നവർ കുറ്റക്കാരാണ്. അറിയിക്കാതിരിക്കലാണ് അറിയിക്കുന്നതിനേക്കാൾ നന്മയെങ്കിൽ അത് മറച്ചു വെക്കൽ അനുവദനീയമാണ് എന്നത് ഈ ഹദീസിൽ തെളിവുണ്ട്. ഈ ഹദീസിൽ ഞങ്ങൾ തെളിവുണ്ട്. കാരണം ഇത് മഹത്തായ നന്മയാണ്. തൗഹീദിന്റെ പാഠമാണ്. തൗഹീദുള്ളവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന നേട്ടമാണ്. ഇത് അറിയിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ അവലംബിച്ച് ആളുകൾ നിഷ്ക്രിയരായി സൽക്രമങ്ങളിൽ മുഴുകാതെ ചടഞ്ഞിരുന്നേക്കാം എന്ന് പേടിച്ചതുകൊണ്ടാണ്. ഒരു മഫ്സദത്ത് അവിടെ ഉണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു നന്മയേക്കാൾ ഒരു തിന്മ അവിടെ സംഭവിക്കുമെങ്കിൽ ഒരു നന്മ അവിടെ മറച്ചുവെക്കൽ അനുവദനീയമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു മനസ്സിലാക്കണം. എന്തൊരു കാര്യവും നമ്മൾ അറിഞ്ഞാൽ സത്യം ആളുകൾക്ക് മുമ്പിൽ വെട്ടിത്തുറന്ന് വേലും വീഴും നോക്കാതെ പറയാം എന്നതല്ല ഇസ്ലാമിന്റെ നിലപാട്. പ്രത്യേകിച്ച് പഠിച്ചു വരുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, അവർ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫത്വ കാണും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കോളറിന്റെ ക്ലിപ്പ് കാണും. ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും. അതിന്റെ ഹദീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഉണ്ടാവും, അതൊരു വിഷയമായിരിക്കും. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളും ആയത്തുകളും വന്നിട്ടുണ്ടാകും. അതൊന്നും കാണാതെ ഈ ഭാഗം മാത്രം മുറിച്ചെടുത്ത് അതാണ് ആ വിഷയത്തിലെ അവസാന വാക്ക് എന്ന് ധരിച്ച് അത് പിന്നെ ആലോകത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തി പോലെ പരക്കുകയാണ്. അവനത് ഷെയർ ചെയ്യുക. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായിട്ടുള്ള കാലഘട്ടം. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ എന്തൊരു ലഫ്ദ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഒരു ഹർഫാകട്ടെ, അത് നമ്മൾ ദീനായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആരെയൊക്കെയാണ് ചെയ്യുന്നത്? അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അപ്പൊ നമ്മൾ അത് പറഞ്ഞാൽ അള്ളാഹു റസൂൽ പറഞ്ഞതുപോലെയാണ് ആണല്ലോ. അതിൽ അബദ്ധം സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കളവ് പറഞ്ഞ പോലെ
ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് അബദ്ധം പറ്റിയതുപോലെയോ, ദുനിയാവിൽ എന്തെങ്കിലും നമ്മൾ കൂട്ടിക്കിഴിച്ച് കാക്കി കുത്തി പറഞ്ഞാൽ അതിലെന്തെങ്കിലും പഴവ് സംഭവിക്കുന്ന പോലെയല്ല. ഒരു ഹർഫ് തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനെതിരെ കളവ് പറയുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കൃത്യമായി പഠിച്ച് ബോധ്യമുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് എല്ലാ ദിവസങ്ങളിലും തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ള ഒരു അസറാണ്, ഞാൻ വിട്ടുപോയത്. സാധിക്കുമെങ്കിൽ കുറിച്ചു വെക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ദീൻ പഠിക്കുന്നവർ അവർ ദീൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദീനി പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദീൻ പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം നല്ല നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി, എനിക്ക് അമലാക്കാൻ, എന്റെ പരലോകത്തിന് വേണ്ടി, എനിക്ക് സ്വർഗം നേടാൻ. അതിന് നമ്മൾ ദീൻ പഠിക്കേണ്ടത് ആരെയും കാണിക്കാനും ആരെയും കേൾപ്പിക്കാനും ആരെ കൊണ്ട് പറയിപ്പിക്കാനോ അല്ല. ഞാൻ വരാതിരുന്നാൽ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് പേടിച്ചിട്ടോ അല്ല. എല്ലാവരും എന്റെ കൂട്ടത്തിൽ എല്ലാവരും വരുന്നുണ്ട്, അവരുടെ കൂടെ നമ്മൾ വരികയാണ്. എന്തായാലും ഈ സമയത്ത് വേറെ പറയുന്നില്ല, ടൈം പാസ്. അങ്ങനെയല്ല, എനിക്ക് അമലാക്കണം. ഇത് നമ്മുടെ ദീനാണ്. നമ്മൾ ഈ പഠിക്കുന്നത് നമ്മുടെ ദീനാണ്. ദീൻ നമ്മുടെ ജീവിതമാണ്. ഇതിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇതിലാണ് നമ്മൾ മരിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലേ പരലോകത്ത് നമുക്ക് സ്വർഗത്തിലെത്താൻ കാരണമാകും. അതുകൊണ്ട് അതിനാണ് ഞാൻ പഠിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. നമ്മുടെ തടി നരകത്തിൽ നിന്ന് താക്കാൻ, നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, നമുക്കിതനുസരിച്ച് ജീവിച്ചു മരിക്കാം. ഇതായിരിക്കണം ദീനിന്റെ ഏത് സദസ്സിൽ പോയിരുന്നാലും നമ്മുടെ നിയ്യത്ത്. ശ്രദ്ധിക്കണേ, അവിടെ ഈ നിയ്യത്തുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് പോലെ ഇരിക്കും. ദീൻ പഠിക്കുന്നതിന്റെ ആദ്യ ഘട്ടം നിയ്യത്ത് നന്നാക്കും. ഈ നിയ്യത്ത് എപ്പോഴും നമ്മൾ പരിശോധിക്കും. എല്ലാ ദിവസവും നമ്മൾ ദീനിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ പരിശോധിക്കും, ഈ നിയ്യത്തിലാണോ അല്ലെങ്കിലോ, ഈ നിയ്യത്തിലല്ലെങ്കിലോ, ഇതിനെന്തെങ്കിലും നേരത്തെ പറഞ്ഞ് എന്തെങ്കിലും കറബാധിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മുടെ നിയ്യത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണോ അതേ കൊണ്ടുണ്ടാവുള്ളൂ. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു. നിയ്യത്ത് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ലഭിക്കും. കൂടെ കൂടിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? ചില ആളുകൾ ദീൻ പഠിക്കുക, അവർക്ക് ആദ്യം തന്നെ ദീൻ പഠിച്ചു കൊടുക്കുന്നത് തന്നെ അവരുടെ ലക്ഷ്യം പ്രാസംഗികനാണ്, ആളുകൾക്ക് മുമ്പിൽ പ്രസംഗിക്കുന്ന ആളാകും, പ്രബോധകനാകും, സ്കോളറാകും. അതൊക്കെ പിന്നീട് വന്നു ചേരുന്നതാണ്. പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചില ആളുകളുടെ ലക്ഷ്യമാണ് മറുപടി പറയണം, അവന് ചെയ്യണം, ഇയാളെ റെഫ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആളുകൾ എന്നോട് വന്ന് ചോദിക്കുന്ന മറുപടി പറയുന്ന ആളായിരിക്കും, തർക്കിക്കുന്നവനായിരിക്കും, വാദിക്കുന്നവനായിരിക്കും. ഹദീസുകളിൽ ആരെങ്കിലും വിട്ടികളോട് തർക്കിക്കാനോ ഉലമാക്കളോട് കിടപിടിക്കാനോ വേണ്ടി ഈ പഠിച്ചാൽ ലോകം ശരിയാണെങ്കിൽ അവർ സ്വർഗത്തിന്റെ ഗന്ധം പോലും ആസ്വദിക്കുകയില്ല എന്നായിരിക്കണം ഹദീസിന്റെ ആശയം. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് നിയ്യത്ത് നന്നാക്കി നമ്മൾ ദീൻ പഠിച്ചോളാം. ഒന്നാമത്തെ ഘട്ടം പിന്നീട് എന്ത് വേണം? അത് ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ അതിനാദ്യം കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആരാണ് നമുക്ക് പഠിപ്പിച്ചത് അവരുടെ കേൾക്കാൻ പാടുള്ളൂ. എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ നാട്ടിട്ടടിക്കുന്ന എല്ലാ ശബ്ദത്തിനും താഴെ നമ്മൾ പോയി കാത് കൂർപ്പിച്ചു വെക്കാനോ നമ്മുടെ കൽബ് പണയം വെക്കാനോ ബാധ്യസ്ഥരല്ല. ഈ വിജ്ഞാനം ദീനിന്റെ അറിവ് നമ്മുടെ ദീനാണ്. നേരത്തെ പറഞ്ഞത് അത് ആരിൽ നിന്നാണ് എടുക്കുന്നത് നമ്മൾ നോക്കണം. നാലാളുകൾക്ക് മുമ്പിൽ സംസാരിക്കാൻ സംസാര വൈഭവവും വാക്ചാതുര്യമുള്ള എല്ലാവരിടത്തും നമുക്ക് കേൾക്കാം എന്ന് അള്ളാഹുവിന്റെ ദീനം കരുവാൻ നൽകിയിട്ടുണ്ട്. ദീൻ പറയാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ, അത് ഓതന്റിക്കായ സോഴ്സിൽ നിന്ന് പഠിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ആളുകൾ, അവിടെ നിന്ന് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഇതെന്തിനേക്കാൾ വിലപിടിപ്പുള്ള സാധനമാണ്. ദുനിയാവിൽ നമ്മൾ 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ആ 10 രൂപക്ക് നമ്മൾ കൊടുക്കുന്ന വിലക്ക് മൂല്യമുള്ള സാധനമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങുള്ളൂ അതിന്റെ ക്വാളിറ്റി, അല്ലേ? ആണോ? അല്ലേ? നമ്മുടെ വീട്ടില് തെങ്ങ് കയറാൻ വരുന്ന, തേങ്ങയിടാൻ വരുന്ന ഒരു തൊഴിലാളി, അതിന്റെ ഒരു കൂലിപ്പണിക്കാരൻ, ആ പണി അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അയാൾ യോഗ്യതയുള്ളവനാണെന്ന് ഉറപ്പുവരുത്തിട്ടോ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കടയിൽ പിന്നെ ചായ അടിക്കുന്ന അതല്ലെങ്കിൽ ഹോട്ടലിൽ കുക്ക് ചെയ്യുന്ന പണ്ടാരിയെ വെച്ചിട്ട് നമ്മൾ തെങ്ങ് കയറാൻ വിടൂലല്ലോ. എന്തുകൊണ്ടാണ്? ഒരു ചെറിയ ദുനിയാവിന്റെ പ്രവർത്തനത്തിനാണെങ്കിൽ പോലും
അതിന് യോഗ്യതയുള്ളവരെ നമ്മൾ ഏൽപ്പിക്കുള്ളൂ. ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ആളെ ഡ്രൈവറാക്കി നമ്മൾ അയാളുടെ ശൈലി കൊടുക്കൂല. കൊടുക്കും, ബുദ്ധിമുട്ട് കൊടുക്കും. എന്തുകൊണ്ടില്ല? യോഗ്യതയുള്ളവരെ നമ്മൾ എന്തുള്ളൂ? തെരഞ്ഞെടുക്കുള്ളൂ. ദീനിന്റെ വിഷയത്തിൽ നമ്മുടെ ആളുകൾ കൈവഴിച്ച് ശ്രദ്ധിക്കുക. അതാരും കേൾക്കാം, ആർ ബുദ്ധിയും പറയാം. അവിടെ പ്രത്യേകിച്ച് ഇന്നാളൊന്നുമില്ല, യോഗ്യരായ ആളുകളൊന്നുമില്ല. എന്തെങ്കിലും ഒരു മുറിച്ചുള്ളമായത്തോ ഹദീസോ കേട്ടാൽ അവർക്കൊക്കെ ആളുകൾക്ക് മുമ്പിൽ നാക്കിട്ടടിക്കുന്ന സാമർത്ഥ്യങ്ങൾ അവനൊക്കെ എന്ത് ചെയ്യാം? പ്രബോധനനാകാം, അവനൊക്കെ പണ്ഡിതനാകാം, അവനൊക്കെ സോഷ്യൽ മീഡിയയിൽ ചാനൽ തുടങ്ങാം, അവനെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സും എമ്പാടും ഉണ്ടാകാം. അതെല്ലാം ഈ പഠിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ വഹിറങ്ങിയ ഭാഷകൾ അറിയുന്ന ആളുകൾ അതൊരാളുകൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരിൽ നിന്ന് കേൾക്കുന്നു എന്നുള്ള വിഷയമാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആണ് എല്ലാവരും ക്ഷണിക്കുന്നതെന്ന് പറയും. അത് സ്വഹാബത്തും സലഫുകളും മനസ്സിലാക്കിയതുപോലെ വിശദീകരിച്ച് തരുന്നവരായിരിക്കണം നമുക്ക് ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ. അതെവിടെ നിന്ന്? ഖുർആനും സുന്നത്തും സ്വഹാബത്തും അതിന്റെ പ്രൈമറി ഓഡിയൻസ് ആയ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ എവിടുന്ന കിട്ടുന്നത്? അതിന്റെ ഖുർആനിലെ തഫ്സീറുകളിൽ നിന്ന്, ഹദീസുകളുടെ ഷർഹിൽ നിന്ന്. അതേത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? അറബി ഭാഷയിലാണ്. അറബി ഭാഷയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അള്ളാഹുവിന്റെ വഹിറങ്ങിയ ഭാഷയിൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരായിരിക്കണം. അറ്റ്ലീസ്റ്റ് വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ആളുകളെല്ലാം ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇക്കാലത്തും അഹ്ലുസുന്നയുടെ രീതിയാണ് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. മരണപ്പെട്ടുപോയ അവരുടെ ഇമാമിങ്ങൾ, അഇമ്മത്തുകൾ, അവരിലേക്കും അവരുടെ കിതാബുകളിലേക്കും നയിക്കുന്നത് സലഫിയത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ടതാണ്. ഇത് സ്വഹാബത്ത് നമുക്ക് കൈമാറിയ പാരമ്പര്യമാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, പൊതുജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന ഏറ്റവും യോഗ്യരായ ശ്രേഷ്ഠരായ വലിയ പണ്ഡിതന്മാരിലേക്ക് മടക്കണമെന്നതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അതാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം കൂഫയിലെ മസ്ജിദിൽ ഒരു ദിക്ർ ഹൽക്കയുണ്ടായി. നിങ്ങളറിയില്ല കഥ? കുറച്ച് ആളുകൾ വട്ടം കൂടിയിരുന്ന് കല്ലുകൊണ്ട് എണ്ണം പിടിച്ചിട്ട് 100 തവണ തക്ബീർ ചൊല്ലി, 100 തവണ തഹ്ലീൽ ചൊല്ലി എന്ന് പറഞ്ഞ് കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് മണലിൽ മസ്ജിദിന്റെ നിലത്ത് കുഴിയുണ്ടാക്കി അവർ എണ്ണം പിടിച്ച് ദിക്ർ ഹൽക്കയുണ്ടാക്കി. ഇതാദ്യം കണ്ടതാരാണ്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. സഹാബികളുടെ കൂട്ടത്തിൽ ഇതാദ്യം കണ്ടത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അറിയില്ലേ ഇത് ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്, ഇത് റസൂലുള്ളാഹി സ്വഹാബത്തിന് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണെന്ന് അറിയില്ലേ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? വേഗം എല്ലാവരും ആട്ടിപ്പായിക്കല, കത്ത് കൊടുക്കല ചെയ്ത്. അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബികളിൽ പ്രായം കൊണ്ടും അറിവുകൊണ്ടും തന്നെക്കാൾ മുകളിലുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് മടങ്ങി. ഇതാണ് പണ്ഡിതന്മാരിലേക്ക് മടങ്ങണമെന്നതിന് തെളിവ്. അത് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ സലഫികൾക്ക് എക്സിസ്റ്റ് ആവണില്ല, ഒരമാക്കളിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ ആളുകളൊക്കെ ഖുർആൻ നേരിട്ട് വിധിക്കെടുക്കല്ലേ, ഖുർആൻ ചൊല്ലുമ്പോൾ നേരിട്ട് എടുക്കല്ലേ, പണ്ഡിതന്മാരിലേക്ക് കിതാബുകൾക്ക് മടങ്ങണമെന്ന് പറഞ്ഞാൽ ഇത് താഴെ പരിപാടിയല്ലേ എന്നാണ് നമ്മുടെ നാട്ടിലെ പല സലഫികളും മനസ്സിലാക്കിയിട്ടുള്ളത്. സലഫികളാണെന്ന് പറയുന്നത് അതല്ല ഇസ്ലാമിന്റെ കാര്യം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ വിധിവിലക്കുകൾ, എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിന്റെ അധ്യാപനങ്ങൾ, എന്താണ് അതിന്റെ പാഠങ്ങൾ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കും. ആ ഖുർആനെയും സുന്നത്തിനെയും വിശദീകരിച്ച സലഫുകളുടെ കിതാബുകളിലേക്ക് മടങ്ങാൻ അതിന്റെ ഭാഷ പോലും അറിയാത്ത ആളുകൾ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ സലഫി പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് യോഗ്യരായകളിൽ നിന്ന് പഠിക്കുന്നില്ല, പഠിച്ചു കൊടുക്കുന്നില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മടങ്ങിയാൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉരുവിപ്പോയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ സ്വഹാബത്തിൽ അനേകം പേർ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കാണിക്കാത്തൊരു കാര്യം ഇനി നന്മയായി കൊണ്ടാടുകയും നടപ്പിലാക്കുകയും വഴികേടിന്റെ വാങ്ങി തുറക്കുകയും. ഞങ്ങൾ നന്മയില്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥിന്റെ ആളുകൾ പറയുന്ന അതേ ന്യായം. ഞങ്ങൾ തന്നെ പുണ്യല്ലേ ഉദ്ദേശിച്ചത്, നന്മയല്ലേ, ഇത്രല്ലേ, സ്വലാത്തല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, നബിയോടുള്ള സ്നേഹമല്ലേ, നബിനാഘോഷത്തിനെ പറ്റി പറയല്, ഞങ്ങൾ നന്മയാണല്ലോ ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞു എത്ര നന്മ ആഗ്രഹിക്കുന്നതാണ് അത് പ്രാപിക്കാതെ പോയത്. നന്മ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നന്മയാവൂ? അത് സ്വീകരിക്കാനുള്ള മാർഗവും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ നടപ്പിലാക്കാനുള്ള മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മകൾ, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോലത്തിലല്ല നമ്മൾ ചെയ്യുന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ ചെയ്യും. ഇത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ്, ഒരു ഖാഇദയാണ്. ഇബാദത്തുകൾ, നന്മകൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടപ്പെട്ട പോലെയല്ല, നമുക്ക് തോന്നിയത് പോലെയല്ല. കമാ യുഹിബ്ബു റബ്ബുനാ വ യർളാ, അല്ലാഹു ഇഷ്ടപ്പെട്ടതുപോലെ, അല്ലാഹു തൃപ്തിപ്പെട്ടതുപോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവരെ അവിടെ നാട്ടിൽ പാലിക്കുകയാണ് ചെയ്തത്. ഇതാണ് സ്വഹാബത്തിന്റെ പാരമ്പര്യം. ഇത് താബിഈകളിലേക്ക് നമുക്ക് വരാം. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യമായി ഖദറിനെ നിഷേധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന പോലെയല്ല, അതിങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്നു. കാര്യങ്ങളൊന്നും അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാകുന്നത് എന്ന വാദക്കാരായി നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ പറയുന്ന പോലെയൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നു എന്ന വാദം ആദ്യമായി ചരിത്രത്തിൽ ഉടലെടുത്തത് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ. പിന്നെ ബസ്റയിലെ മഅ്ബദുൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തിയുടെ നാളിലൂടെയാണ്. മഅ്ബദുൽ ജുഹനി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ബസ്റയിലോ അല്ലെങ്കിൽ കൂഫയിലോ സ്വദേശിയാണ്, എന്തായാലും ഇറാഖിൽ. അയാളാണ് കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചതുപോലെയല്ല സംഭവിക്കുന്നതെന്ന ഖദറിനെ നിഷേധിക്കുന്ന വാദവുമായി ഇസ്ലാമിൽ പ്രവേശനം ചെയ്തു. അന്ന് സ്വഹാബികൾ വളരെ വിരളമാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് താബിഈങ്ങൾ, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടു താബിഈങ്ങൾ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ആരെങ്കിലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കണ്ടുമുട്ടാം, ഇവിടെ മക്കയിൽ പോയി, എന്നിട്ട് അവരോട് ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. ഈ ഇസ്ലാമിൽ അതുവരെ ഇല്ലാത്തൊരു വാദമാണ്. താബിഈങ്ങൾക്ക് മനസ്സിലായില്ലേ ഇസ്ലാമിൽ ഇല്ലാത്തൊരു പുത്രവാദമാണ്. എന്താണ് അവർ ചെയ്തത്? അടുത്ത ഹജ്ജിന്റെ ഉംറയുടെ സീസൺ വരുന്നവരെ അവർ കാത്തിരുന്നു. മക്കയിൽ പോയി അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഈ താബിഈങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാര്യം പറയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ബരീഉൻ മിൻഹും വഹും ബരീഉൻ മിന്നി, ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്, അവരെന്നിൽ നിന്നും ഒഴിവാണ്. അല്ലാഹു സത്യം, അവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, ഖദറിൽ വിശ്വസിക്കുന്നത് പോലെ അവരുടെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു പറയും. എന്നിട്ട് അതിന് തെളിവായി, അവരുടെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി തെളിവായി അദ്ദേഹം കോട്ട് ചെയ്യുന്നതാണ് ഹദീസ് ജിബ്രീൽ. ഹദീസ് ജിബ്രീലിന്റെ റാവിയാരാണ് സ്വഹാബികളുടെ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹദീസ് ജിബ്രീൽ ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും, തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി. നന്മയാകട്ടെ തിന്മയാകട്ടെ അല്ലാഹു നിശ്ചയിച്ചത് പ്രകാരമാണ് സംഭവിക്കുക എന്ന് വിശ്വസിക്കും. അതാണ് ഈമാൻ. അവിടെ വരെ ഓതി ഹദീസ് തെളിവുകൾക്ക് പത്രപ്പെടുന്നു. അതിനുശേഷമാണ് താബിഈങ്ങളുടെ പാരമ്പര്യം. ഇത് താബിഈങ്ങളുടെ പാരമ്പര്യമാണ്, സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ആശയക്കുഴപ്പമുണ്ടായാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്താണ് തിരുത്താൻ തീരാത്തത്? എന്താണ് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത്? ശരിയായ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലേക്ക് മടങ്ങാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ വർഷവും സലഫികൾ വളരുന്തോറും പിളർന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? യോഗ്യരായവരിലേക്ക്, ഓതന്റിക്കായ സോഴ്സിലേക്ക് മടങ്ങി പരിഹാരം കാണാൻ നമുക്ക് ഉറച്ച തീരുമാനമില്ലാത്തത് സംഭവം. ഇസ്ലാമിന്റെ പാരമ്പര്യം തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അഹ്ലു ദിക്റിലേക്ക് മടങ്ങണം, ചോദിക്കണം. അറിവില്ലായ്മയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ചോദിക്കലാണ്. നമുക്ക് അറിവില്ല എന്നുള്ള അറിവ് കൂടി നമുക്ക് എന്താ ചെയ്യാം? അതിനെ ചികിത്സിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് നമ്മുടെ നാട്ടിലെ ദീനി രംഗത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എവിടെ പോയത്? ആരും ദീൻ പഠിക്കണം, ആരെ കേൾക്കണം എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ വിലയിരുത്തണം. ദീൻ പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം നല്ല നീയത്തുണ്ടാകുക എന്നുള്ളത്. രണ്ടാമത് ശ്രദ്ധിച്ചു കേൾക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാൻ യോഗ്യതപ്പെട്ടവരാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള വിശേഷണം വഹിക്കുന്ന യോഗ്യരായിട്ടുള്ള ആളുകളാണ്.
ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ സദസ്സിൽ നമ്മൾ നേരിടേണ്ടത് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ അവരെ തലയിൽ ഒരു കിളി വന്നിരുന്നാൽ, ഒരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കും? തലയിൽ ഒരു കിളി വന്നിരുന്നു കഴിഞ്ഞാൽ പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കും? അങ്ങനെയാണ് ദീനിന്റെ സദസ്സിൽ ഇരിക്കേണ്ടത്. അതേറ്റ് കേൾക്കല്ലോ, അങ്ങനെയാണ് ദീനിന്റെ സദസ്സിൽ ഇരിക്കുന്നത്. എങ്ങനെ ശ്രദ്ധിക്കും? അതെങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ ജവാഹത്തുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നത്. ദീനിന്റെ സദസ്സിൽ എന്ന് പറഞ്ഞ് ദീൻ പഠിപ്പിക്കുന്ന മജ്‌ലിസ് എന്ന് പറഞ്ഞ് ഖുർആൻ ക്ലാസ് എന്നുള്ള നാട്ടുവർത്താനം, രാഷ്ട്രീയം, തമാശയും ദുനിയാവില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞു വന്ന് സദസ്സ് പിരിച്ചുവിടുന്ന സംസാരങ്ങൾ അതിനെ കേൾക്കാൻ നമുക്ക് അർഹതയില്ല. നമ്മളോട് കേൾക്കരുത്. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തിനെ മനസ്സിലായി. അതിന് ഉലമാക്കൾ ഇങ്ങനെ വിശദീകരിച്ചു, അയിമ്മത്തവരുടെ കിതാബുകൾ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ശരിയായ ദീൻ. ഇത് ശ്രദ്ധിച്ച് സാഹൂലം നമ്മൾ കേൾക്കണം, ഒപ്പിയെടുക്കണം. അതാണ് രണ്ടാമത്തെ ഘട്ടം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം സുമ്മൽ ഫഹം. അത് കൃത്യമായി മനസ്സിലാക്കി. സുമ്മൽ ഫഹം, നല്ല നിയത്തോടെ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടാൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് പലതും നമുക്ക് മനസ്സിലാവാത്തത്? നമ്മൾ നല്ല നിയത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എന്നതുകൊണ്ടാണ്. കൃത്യമായി മനസ്സിലാക്കി. സുമ്മൽ ഫഹം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അതാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം, ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ താബിഈങ്ങളുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചത്. താബിഈയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മുൻഗാമികളെ വിലയിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് സുമ്മൽ ഹിഫ്ദ്, മനസ്സിലാക്കിയിട്ടുള്ള പണം നമുക്ക് സാധിക്കുമല്ലോ. നല്ല നിയത്തോടെ ശ്രദ്ധിച്ച് കേട്ട ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 3 മജ്‌ലിസുകൾ, മൂന്നാമത്തെ മജ്‌ലിസാണ്. എത്ര കാര്യങ്ങൾ നമ്മൾ കേട്ടു, എത്ര ആയത്തുകൾ നമ്മൾ കേട്ടു, എത്ര ഹദീസുകൾ കേട്ടു, എത്ര പാഠങ്ങൾ, എത്ര ഫവായിദുകൾ നമ്മൾ കുറിച്ച് വെച്ചു. ഇതൊക്കെ നമുക്ക് പാഠമുണ്ടോ? ഇല്ലല്ലോ, സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ കൽബിനകത്ത് വേറെ പലതും സ്ഥാനം പിടിച്ചത് കൊണ്ടാണ്. സലഫുകൾ അങ്ങനെ ആയിരുന്നില്ല. അവർ നല്ല നിയത്തോടെ ശ്രദ്ധിച്ചു കേട്ടു, കൃത്യമായി മനസ്സിലാക്കി, പിന്നെ നേരെ അവരുടെ ഹൃദയത്തിൽ അവർ എഴുതി വെക്കുകയാണ്. അവർ കുറിച്ച് വെക്കുന്ന അവിടെയാണ്, അവരുടെ നോട്ട്പാഡ് അവിടെയാണ്, കൽബാണ്. അവരെ കൽബിനകത്ത് അവർ സ്റ്റോർ ചെയ്യും. അവരങ്ങനെ മനഃപ്പാടമാക്കും, ഹൃദയത്തിൽ സൂക്ഷിക്കും. കാരണം അവരുടെ ഹൃദയം പാപക്കലകൾ പുലർത്താത്ത വെട്ടിത്തിളങ്ങുന്ന കൽബായിരുന്നു. അതുകൊണ്ട് അവർ മനഃപ്പാടമാക്കും. അപ്പൊ നമുക്ക് അതിനും ഒരു സ്റ്റെപ്പ് കൂടി വേണം. എന്താണ് സുന്നൽ കിതാബ്? മനസ്സിലാക്കി നമ്മൾ എഴുതിയെടുക്കണം. എഴുതിയെടുക്കാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന അതേ സമയത്ത് എഴുതിയെടുക്കാൻ സാധിക്കുന്നവരുണ്ടാകും. എഴുതിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ശ്രദ്ധ പോകുന്നവരുണ്ടാകും. അവരെന്ത് ചെയ്യണം? ശ്രദ്ധ പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എഴുതിയെടുക്കാതെ പിന്നീട് നമ്മൾ റെക്കോർഡ് കിട്ടുള്ളൂ. ഓഡിയോ എടുത്ത് നമ്മൾ നോട്ട് ചെയ്യണം. എന്തായാലും കുറിച്ചു വെക്കാതിരിക്കരുത്. ഇൽമ് എന്നത് ഒരൊട്ടകത്തെ പോലെയാണ്. അതിനെ അയച്ചു വിട്ടാൽ എഴുത്തി എന്ന കടിഞ്ഞാനുള്ളതിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ അഴിഞ്ഞു പോകും. അതിങ്ങനെ നമ്മുടെ പിടിവിട്ടു പോകും. അതുകൊണ്ട് അതിനെ എഴുതിയിട്ട് നമ്മൾ കെട്ടിയിടണം. കിതാബ് എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത സലഫുകൾ മനഃപ്പാടമാക്കിയതുപോലെ ആയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. സാധിക്കുന്നത്ര നമ്മൾ ഹിഫ്ളാക്കുക, മനഃപ്പാടമാക്കുക. അപ്പോൾ ഹൃദയത്തിൽ അനാവശ്യമായ പലതും ഉണ്ടാവും. അതൊക്കെ ആവശ്യമുള്ളത് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായി കവിഞ്ഞു പോകും. അങ്ങനെ പതുക്കെ ആയത്തും ഹദീസും ദീനിന്റെ വിജ്ഞാനങ്ങളും ഹൃദയത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നെന്താണ് സ്റ്റെപ്പ്? സുമ്മൽ അമൽ. അത് നമ്മൾ പ്രവർത്തിക്കുക, അത് നമ്മൾ അമലാക്കുക. ഈ സ്റ്റെപ്പുകൾ പിന്നിട്ട സംഗതി നമ്മൾ ഉണ്ടാവില്ലേ? നല്ല നിയത്തോടെ ശ്രദ്ധിച്ചു കേട്ട് കൃത്യമായി മനസ്സിലാക്കി എഴുതിയെടുത്ത് മനഃപ്പാടമാക്കിയിട്ടുണ്ടോ നമ്മൾ? നമ്മുടെ അമലുണ്ടാവും. തീർച്ചയായിട്ടും സംശയം. അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഒന്നും നമ്മുടെ അമലില്ല. ഇങ്ങനെ നമ്മൾ പഠിച്ച് ഹിഫ്ളാക്കിയതല്ലാതെ നമ്മുടെ അമലില്ല. ഉണ്ടോ? നിസ്കാരത്തിൽ നമ്മൾ ഒന്നും സൂറത്തുകൾ, ദിക്റുകൾ, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഇങ്ങനെ നമ്മൾ പഠിച്ച് നമുക്ക് മനഃപ്പാടമുള്ളതല്ലാതെ നമ്മൾ എന്തെങ്കിലും അമലായി ചെയ്യുന്നുണ്ടോ? പറയുന്നുണ്ടോ? നമുക്ക് ഹിഫ്ളില്ലാത്തൊരു സൂറത്ത് നമ്മൾ ഓതുന്നുണ്ടോ? കാണാതെ സ്റ്റഫെടുത്ത് വെച്ചിട്ടല്ലോ. നമുക്ക് മനഃപ്പാടമില്ലാത്തൊരു ദുആ നമ്മൾ ചെയ്യുന്നുണ്ടോ? ദിക്ർ ഉരുവിടുന്നുണ്ടോ? ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ യാന്ത്രികമായിരിക്കും. നമ്മളങ്ങനെ നോക്കി ചെയ്യുന്നത് നമ്മൾ ഹിഫ്ളിൽ നിന്ന് എടുത്ത് ചെയ്യുന്നത് പോലെ ആയിരിക്കും. പഠിക്കാൻ അവസരമില്ലാത്തവർ മെനക്കെട്ട് പഠിച്ചു വരുന്നു, അവർ പഠിക്കാൻ ശ്രമിക്കുന്നത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു, പഠിക്കാൻ തീരെ താല്പര്യം കാണിക്കാത്ത ആളുകളുടെ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മളൊരു കാര്യം പഠിച്ച് മനഃപ്പാടമാക്കിയാൽ, അത് ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ, അത് നമ്മുടെ അമലിലുണ്ടാകും. ഉറപ്പാണ്. സുമ്മലാണ്. അങ്ങനെ നമ്മൾ അമലാക്കണം. എന്നിട്ടാണ് ഇത് സുമ്മന്നശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്.
എന്നിട്ടാണ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. ഇതാണ് ദീൻ പഠിച്ചു പ്രവർത്തിച്ച ആളുകൾ എത്തിക്കേണ്ടതിന്റെ രൂപം. ഇതാണ് മുൻഗാമികൾ ദഅവത്ത് ചെയ്തതിന്റെ രൂപം. നമ്മളിത് പഠിക്കേണ്ട പോലെ പഠിക്കൂല, പഠിപ്പിച്ചു കൊടുക്കേണ്ട പോലെ പഠിപ്പിച്ചു കൊടുക്കൂല, കേൾക്കേണ്ടടുത്ത് കേൾക്കൂല. അതിനു മുമ്പ് നമ്മൾ ആളുകളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങലാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇത് ചിലപ്പോ ഇത് കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ധരിച്ചോടുന്നില്ല, പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, തൗഹീദ്, ഇവിടെ തൗഹീദ് ഉള്ളവരാണ്, തൗഹീദ് മനസ്സിലാക്കി വന്നവരാണ് എന്നാണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കി. അല്ലാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. തൗഹീദ് എന്നാണ് തൗഹീദിന്റെ നിർവചനം? മാ ഹുവ തൗഹീദ്? എന്താണ് തൗഹീദിന്റെ അഹ്ലുസുന്ന വൽ ജമാഅ കൽപ്പിച്ച നിർവചനം? തൗഹീദുള്ള ആളുകൾക്ക് അറിയാം. തൗഹീദ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാം, അത് മാത്രമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അല്ലാഹു മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണ് തൗഹീദിന്റെ ഏറ്റവും പരമമായ സത്ത. ശരിയാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം. എന്താണ് ഈമാനിന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന നിർവചനം? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ? അത് പ്രാർത്ഥന, ആരാധന, തഖ്വ, ധർമ്മനിഷ്ഠ. ഇത്രയും അറിയുള്ളൂ. എന്താണ് ശിർക്കിന്റെ നിർവചനം? ശിർക്കിന് എത്ര ഇനങ്ങളുണ്ട്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ സംശയത്തിൽ വരാതുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പണിക്ക് പുറത്തു പോകുന്ന കാര്യങ്ങൾ നവാഖുൽ ഇസ്ലാം അറിയോ? പലർക്കറിയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? രണ്ട് തൂണുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് തൂണുകളിൽ നിർമ്മിതമാണ്, രണ്ട് റുക്നുകൾ. എന്താണ് അതിന്റെ റുക്നുകൾ? നമ്മൾ പലർക്കും അറിയില്ല. അങ്ങനെ സംഭവം ഉണ്ടോ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅന? അഹ്ലുസുന്ന വൽ ജമാഅ അഹ്ലുൽ ബിദ്അത്ത് വേർതിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅന എന്താണ്? പലർക്കറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ശരിയാകണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ അതിന് ശർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പ് സ്ഥാപിക്കണം, എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. ഏതുപോലെ നിസ്കാരത്തിന് ശർത്ത്, നിസ്കാരത്തിന് മുമ്പ് സ്ഥാപിക്കണം. മുതൽക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ? ഔറത്ത് മറക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ? സമയമായി എന്നറിയാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് നിസ്കാരത്തിന് മുമ്പ് നിസ്കാരം ശരിയാകാൻ സാധിക്കേണ്ട നിബന്ധനയാണ്, ശർത്താണ്, കണ്ടീഷനാണ്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ സ്ഥാപിക്കേണ്ട 7 ഷർത്തുകളുണ്ട്. പണ്ഡിതന്മാർ തെളിവുകൾ സാഹിത്യം വേണ്ടി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പലർക്കും അറിയില്ല, കേട്ടുകേൾവിയല്ല. ഇതാണ് നമ്മുടെ തൗഹീദിന്റെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ എന്ന് പറഞ്ഞാൽ അത് വില കുറഞ്ഞ സംഗതിയല്ല, വളരെ കനപ്പെട്ട സംഗതിയാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മധ്യസ്ഥതയിൽ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് വഹിയായി പെയ്തിറക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് വളരെ ഗൗരവമുള്ള കനപ്പെട്ട സംഗതിയാണ്, വിലയുള്ള സംഗതിയാണ്, പ്രശസ്തമാണ്. അതങ്ങനെ പകർന്നെടുക്കാനും പഠിച്ചു പ്രവർത്തിച്ച ആളുകളിലേക്ക് ചോദിക്കാൻ മുസ്ലിം. ഇങ്ങനെയാണ് നമ്മൾ ദീൻ പഠിച്ച് ദഅവത്ത് ചെയ്യാറുള്ളത്. അല്ലാഹു തൗഫീഖ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ദീൻ പഠിച്ച് അത് ഉറപ്പിച്ച് പ്രവർത്തിച്ച് ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ എന്ന അഹ്ലുസുന്ന വൽ ജമാഅ സ്വീകരിച്ച അതിൻ്റെ ഘട്ടങ്ങൾ, അതിനെക്കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ അസറാണ് നമ്മൾ കേട്ടത്. അതുപോലെ ദീൻ പഠിക്കുന്നതിൻ്റെ ആദ്യഘട്ടം നല്ല നീയത്തുണ്ടാകുക, പിന്നീട് അത് യോഗ്യരായ ആളുകളിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, കൃത്യമായി മനസ്സിലാക്കുക. സുമ്മൽ ഫഹം, സുമ്മൽ കിതാബ നമ്മളാണെങ്കിൽ അത് എഴുതിയെടുക്കുക, സുമ്മൽ ഹിഫ്ദ് സാധിക്കുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുക, ഓർത്തു വെക്കുക, സുമ്മൽ അമൽ പിന്നീട് അത് പ്രവർത്തിക്കുക, സുമ്മൽ നശ്ർ എന്നിട്ടത് സാധിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ-അസ്റിൽ എന്തു പറഞ്ഞത്? ദഅവത്തിന് മുമ്പ് ഈമാൻ അമൽ സ്വാലിഹ് പറഞ്ഞത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞു, ആദ്യം ഈമാൻ ഉണ്ടാകണം. ഒരു കാര്യം എപ്പോഴാണ് ഈമാനാവുക? നീയത്ത് നന്നാക്കി ശ്രദ്ധിച്ചു കേട്ട് കൃത്യമായി മനസ്സിലാക്കി കൽബിനകത്ത് കൊത്തിവെച്ചതേ ഈമാനാവുള്ളൂ. ഒരു കാര്യം ഈമാനാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടാകണം. ഇൽമില്ലാതെ ഈമാൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരാൾക്ക് അല്ലാഹുവിലുള്ള ഈമാൻ വർദ്ധിക്കുന്നത്? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുകൊണ്ട്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഇന്നമ എന്ന പ്രയോഗം അറബി അതിനുശേഷം എന്താണ് പറഞ്ഞത്? അവിടെ പരിമിതമാവും.
അള്ളാഹുവിനെ അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നവർ ഈ പറയാൻ പോകുന്ന ആളുകൾ മാത്രമാണ്. ആരാണോ അൽ ഉലമ, അള്ളാഹിനെ കുറിച്ച് ശരിക്കും പഠിച്ചവർ, അറിഞ്ഞവർ, അള്ളാഹുവിന്റെ തൗഹീദും ഈമാനും കൃത്യമായി പഠിച്ചവർ, എന്നിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നവർ, അവരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നവർ, അവരാണ് അള്ളാഹുവിനെ ഏറ്റവും ഈമാനുള്ളവർ. ഇതുപോലെയാണ് നമുക്കൊരു വിഷയത്തിൽ എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം ആ വിഷയത്തിലുള്ള യഖീൻ, ഉറപ്പ്, സ്റ്റെബിലിറ്റി, സ്ഥിരത നമുക്ക് ലഭിക്കും. സംശയമുണ്ടോ? ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങനെയല്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ പ്രൊഫഷൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. എത്രത്തോളം ആ വിഷയത്തിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ, എത്രത്തോളം ആഴത്തിൽ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ടോ, അത്രത്തോളം ആ വിഷയത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആയി. സംശയമുണ്ടോ? എന്തുകൊണ്ട് ദീനിൽ അങ്ങനെയില്ല? ദീനിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ പഠിച്ചു വേണം കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ദീൻ പ്രചരിപ്പിക്കുന്ന, ദീൻ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന പ്രബോധകന്മാരെല്ലാവരും ആലിമുൽ അല്ലാമമാരാകണം, എല്ലാ വിഷയത്തിലും ഇസ്ലാമിൽ പോലെ ആകണം എന്നെല്ലാം പറഞ്ഞില്ല. കണ്ടോ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെയാണ്. ഇവർ പറയുന്നുണ്ടോ കിതാബ് കോതി പഠിച്ച ഷെയ്ഖുൽ അല്ലാമമാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ദീൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാവരും ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ ആയാലും നഷ്ടം. നമ്മുടെ നാട്ടിൽ ദീൻ പഠിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഈ നിലവാരത്തിൽ പഠിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് അത്ഭുതങ്ങൾ ഉണ്ടാവും, എന്ത് വിപ്ലവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പഠിച്ച് സാക്ഷാൽ ഷെയ്ഖുൽ ഇസ്ലാം പോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ വഹാബികൾ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രത്യേക പട്ടാളമായി വൺമാൻ ആർമിയായിരുന്നു. ഇന്ന് കാണുന്ന സൗദി അറേബ്യ ആകാൻ കാരണം അദ്ദേഹത്തിന്റെ ദഅവത്തായിരുന്നു. ഇവിടെ നമ്മൾ കേരളത്തിൽ പോലും തൗഹീദുള്ള ആളുകൾ തൗഹീദ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഉസൂലുൽ സലാസയും അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദും ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അതിലൂടെയായിരുന്നു ഈ ഉമ്മത്തിന് തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധ്യമായി. അദ്ദേഹം ഒറ്റക്കാരുടെ പണി ഇങ്ങനെ പണിയെടുത്തത്. ഇങ്ങനെയാണ് അദ്ദേഹം ദഅവത്ത്. പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രം തന്നെ വരികയുണ്ടായി, രൂപപ്പെടുകയുണ്ടായി. അതാണ് സൗദി അറേബ്യ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വിപ്ലവം ഉണ്ടായി. അതുകൊണ്ട് ഇതുപോലെ ആളുകൾ ദഅവത്ത് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിസന്ധി കൂടുതൽ വഷളാകുമോ, പരിഹരിക്കപ്പെടുമോ? ഇങ്ങനെയാണ് ദഅവത്ത് ചെയ്യുന്നത്. ദഅവത്ത് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ദഅവത്ത് ചെയ്താൽ എന്തൊരു മാറ്റമായിരിക്കും, എന്തൊരു അത്ഭുതമായിരിക്കും. എന്നാൽ നിങ്ങൾ ഇതിന്റെ ഒരു വിഷയം പഠിച്ചു, തൗഹീദ്. തൗഹീദിന്റെ എല്ലാ അടിസ്ഥാനപരമായ പാഠങ്ങളും നിർബന്ധമായി മുസ്ലിം അറിയിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു. നിങ്ങൾ പഠിച്ച് അമലാക്കിയ കാര്യം നിങ്ങൾക്ക് വേണ്ട പഠനങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ലൈനിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അതിനെന്താ സംശയം? ഇതിനാരും നടന്നിട്ടില്ല. പൊതുജനത്തിൽ ഇസ്ലാമിക പ്രബോധകനായി അല്ലെങ്കിൽ പണ്ഡിത ശബ്ദമായി ഒരാൾ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അയാൾ കൃത്യമായി അറിഞ്ഞു പഠിച്ച് അതിന്റെ ഓതനിക്കായ സോഴ്സിൽ നിന്ന് പകർന്നെടുത്തായിരിക്കും. അല്ലാത്തവർക്ക് പറയാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ പാഠം. സഹാബത്തൊക്കെ റസൂലുള്ളാഹിനെ പഠിച്ചത് പോയി ദഅവത്തിൽ. സഹാബികളായിരുന്നു, അവർ പഠിച്ചത് റസൂലുള്ളാഹിന്നായിരുന്നു. നമ്മളായിരുന്നാ പഠിക്കുന്നത്? നമ്മളെന്താ പഠിച്ചത്? നമ്മളെടുത്ത് നമ്മുടെ ഭാഷയിലെ ട്രാൻസ്ലേഷൻ മറിച്ച് നോക്കി, അതന്നെ നമ്മുടെ ഭാഷയിൽ അള്ളാഹു അലിയായി ഇറക്കിയ വഹീന്റെ ഭാഷ പോലും നമുക്ക് അറിയുന്നില്ല. വലിയ പ്രബോധനായിമാരാണ്. ആ ഭാഷയിലാണ് വേറെ ഭാഷയിലുള്ള താരതമ്യ പഠനങ്ങളൊക്കെ നടത്തി അതിനെ സർവ്വം നടത്തുന്നവരൊക്കെ വലിയ പണ്ഡിതന്മാരായ ആളുകൾക്കിടയിൽ മുദ്രവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജന സമക്ഷം ഒരു പ്രബോധകനായി, ഒരു പണ്ഡിതനായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, അദ്ദേഹത്തിന് സ്വീകാര്യത കൽപ്പിക്കപ്പെടുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഏറ്റവും ചുരുങ്ങിയ അള്ളാഹുവിന്റെ വഹിറങ്ങിയ ഭാഷയുടെ അടിസ്ഥാനമാണെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രബോധന രംഗത്ത് ആളുകൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ആരെയും വിമർശിക്കാനോ, ആരെയും ശരിയാക്കാനോ, ആരെയും വക്താവാകാനോ, ആരെയും വക്താവല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നല്ല നമ്മൾ സംസാരിക്കുന്ന ഉദ്ദേശം. അള്ളാഹു സാക്ഷിയാണ്. നമുക്ക് നസീഹത്ത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ശരിക്കും പഠിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഈ സംഗമത്തിന്റെയും മജലിസിന്റെയും ഉദ്ദേശം. അള്ളാഹു നമുക്ക് സാർത്ഥകമാക്കുമാറാണ്. ശരി, അപ്പോ എവിടെ നമ്മൾ പോയത്? ഏതെങ്കിലും ഒരു അറിവ് അത് മറച്ചു വെക്കുന്നതിൽ നന്മയുണ്ടെങ്കിൽ അത്
മറച്ചു വെക്കാം എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പാഠമാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പാഠമാണ്. നമ്മൾ നേരത്തെ അതിലേക്കുള്ള സൂചന വന്നു. അതുപോലെ തന്നെ അതിന്റെ മറുവശം എന്താണ്? അവർക്ക് മഫ്ഹൂം മുഖാലഫ എന്ന് പറയും. സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കണം, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ മൂടി വെക്കണം. മുസ്ലിമീങ്ങൾ ഒരു വാർത്ത ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരാളെ അറിയിക്കാൻ നമുക്ക് ലഭിച്ചു, അത് അറിയിച്ചാൽ അയാൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് നമ്മൾ മറച്ചു വെക്കണം. ചില ആളുകൾക്ക് സന്തോഷമുള്ള വാർത്തകൾ അറിയിക്കുന്നതിനേക്കാൾ പ്രയാസം ഉണ്ടാക്കുന്ന വാർത്തകൾ അറിയിക്കാനാണ് കൂടുതൽ വയ്ക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തോന്നിയാൽ മതിയല്ലോ. മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവരെ ആളുകൾ ആക്രമിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഇത് ഉലമാക്കൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വ്യാപകമായി ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛൻ്റെ പണ്ടില്ല ചില ആളുകൾ അങ്ങനെ സ്റ്റാറ്റസ് വെച്ച് അതാണ് അവരോടുള്ള പിന്നെ എന്താ പറയാ അവരുടെ ദുഃഖത്തിൽ അനുശോചനം അറിയിക്കുന്നതിൽ പങ്കാളിയാകുന്ന രൂപം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. ശ്രദ്ധിക്കണം. പ്രയാസം ഉണ്ടാകും ഒരു കാര്യം, ഒരു പ്രയാസം, ഒരു മോശമായ വാർത്ത, അതല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വിഷയം അതൊരാളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നന്മയുണ്ടെങ്കിൽ മാത്രമേ അത് അറിയിക്കാവൂ, അല്ലെങ്കിൽ അത് മൂടി വെക്കണമെന്നാണ്. ഒരാളുടെ വാപ്പ മരിച്ചു, വിദേശത്തായിരുന്നു, നമുക്കാണ് വിളി തന്നത്, കൂടെയുള്ള വർക്ക് ചെയ്യുന്ന നമുക്കാണ് വിളി തന്നത്. അപ്പൊ അത് അദ്ദേഹത്തെ അറിയിക്കണം. അത് അറിയിക്കാതെ അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന്റെ കൂടെ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നു ഇത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ വാപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മസലഹത്തല്ല. ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങൾ വിലയിരുത്തണം. നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ കാര്യം ഷെയർ ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ കീഴ്മേൽ ചിന്തിക്കണം. ഒരു കാര്യം അത് നമ്മൾ ചെയ്താൽ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൈയും കാലം നാവും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തല പ്രവർത്തിക്കണം. എന്ത് കിട്ടിയാലും സ്റ്റാറ്റസിലുള്ള ആളുകളുണ്ട്, അത് ചിലരുടെ ഹോബിയാണ്. എന്ത് ചപ്പുചവർ കിട്ടിയാലും ദീനാണെങ്കിൽ ദുനിയാവാണെങ്കിൽ അതിങ്ങനെ സ്റ്റാറ്റസിന്റെ മാലകൾ മുഴുവൻ കാണിച്ചാൽ അതാണ് ഒരു ഹരാണ്. ഇതൊരു ചില മാനസിക രോഗമാണ്, ഹരല്ല. അത് മുസ്ലിമിന്റെ നിലപാടല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിനെ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവനാണോ നീ? നിന്റെ സ്വഭാവം ധരിക്കണം, ഖൈറാണോ നീ പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമ്മൾ പറയുന്നില്ല, നമ്മൾ ഷെയർ ചെയ്യുന്നത് പറച്ചിന്റെ രൂപം തന്നെയാണല്ലോ അത്. സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നതും നമ്മൾ എഴുതുന്നതും നമ്മളെ നിലപാട് അറിയിക്കുന്നതും ലൈക്ക് അടിക്കുന്നതും കമന്റ് ചെയ്യുന്നതൊക്കെ ഈ പറച്ചിൽ തന്നെയാണ് പെടുക. ബുദ്ധികളാക്കണം മനസ്സിലാവാത്തത്. ഹൈറാണോ എങ്കിൽ മാത്രം നമ്മൾ ശബ്ദിക്കുക, എഴുതുക, കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഹൈറാണെങ്കിൽ മാത്രം. ഫല്യഖുൽ ഖൈറൻ, ഇല്ലെങ്കിലോ ഷർറാണെങ്കിലും മിണ്ടാതിരിക്കുക. അതാണ് ഒരു മുസ്ലിമിന്റെ സംസാരത്തിന്റെ സംസ്കാരം. ഖൈറാണെങ്കിൽ മാത്രം പറയുക, അറിയിക്കുക, പ്രചരിപ്പിക്കുക. ഷർറാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി ഖൈറിനും ഷർറിനും ഒരുപോലെ സാധ്യതയുള്ള കാര്യം ഉണ്ടാവും. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ മിണ്ടാതിരിക്കും. അതാണ് വിശ്വാസം. ആരും മിണ്ടാതിരുന്നോ അലക്ഷ്യം. അതെങ്ങനെ ഷർറായെങ്കിലും അവിടെ നമ്മൾ ന്യായീകരിക്കും. അത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി, ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ന്യായീകരിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. പ്രയാസമുണ്ടാക്കുന്ന ഷെറോ അല്ലെങ്കിൽ ഷെറിലേക്ക് സാധ്യതയുള്ള കാര്യം അറിയിക്കുന്ന കാര്യങ്ങൾ, ഷെറായതോ അല്ലെങ്കിൽ ഷെറാക്കാൻ സാധ്യതയുള്ളതായ ആശയക്കുഴപ്പങ്ങൾ, ഇതൊന്നും നമ്മൾ പങ്കുവെക്കാതിരിക്കുക. അറിയിക്കുന്നതുകൊണ്ട് മസ്ലഹത്തില്ലെങ്കിൽ നന്മയില്ലെങ്കിൽ മൂടി വെക്കുക എന്ന പാഠവും ഇതിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഹദീസിന്റെ അവസാനത്തിൽ അവിടുന്ന് മുസ്ലിം ഉമ്മത്തിന് മേൽ സ്വഹാബത്തിനെ സാക്ഷിയാക്കി ഭയപ്പെട്ടൊരു കാര്യം എന്താണ്? തൗഹീദിൽ അവലംബിച്ചു. ഞാൻ പണ്ടുകൊണ്ടേ തൗഹീദുള്ള ആളാണല്ലോ, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുവഹീദാണ്. നമ്മുടെ കുടുംബം മുഴുവൻ പാരമ്പര്യം മുജാഹിദുകളാണ്, തലമുറകളായ നമ്മുടെ സലഫികളാണ്. എന്നിട്ടോ അതിൽ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കൂല. ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു തൗഹീദുമായി ബന്ധപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്നത് ഇതിനൊക്കെ നമുക്ക് ഉത്തരം അറിയോ? ഇത് നമ്മുടെ ജീവിതമാണ്, ഇതിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇത് വെറുതെ പരീക്ഷയ്ക്ക് പഠിച്ച് ഉത്തരം പഠിച്ച് ക്വസ്റ്റ്യൻ പിന്നെ ആൻസർ ചെയ്യുന്ന എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തെ കുറിച്ചല്ല, ചോദ്യോത്തരത്തെ പറ്റിയല്ല നമ്മൾ പറഞ്ഞത്. ഖബറിൽ ചോദ്യമുണ്ടാകും, ഖിയാമത്ത് നാളിൽ ചോദ്യമുണ്ടാകും. ഇതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ പരീക്ഷയിൽ അഹ്ശറിൽ
അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യവും നമുക്ക് ലഭിച്ച നന്മയും നമുക്ക് കിട്ടിയ ഹിദായത്തും തൗഹീദും അതിലഭിരമിച്ച് നിഷ്ക്രിയരായി കൂടുതൽ പഠിക്കാതെ ഇനിയിപ്പോ പഠിക്കാനാണ്? തൗഹീദായി മാത്രമോ പഠിക്കാനുണ്ടോ? പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളുകൾ പഠിക്കുന്നവർ ഇനിയിപ്പോ കൊടുക്കാൻ പഠിക്കാനുള്ളത്? ഇനി എന്താ പത്ര മാത്രം പഠിക്കാനുള്ളത്? നമ്മൾ കേൾക്കാത്ത ആയത്തോ നമ്മളറിയാത്ത ഹദീസോ? ഈ ചോദ്യം ഇന്നും ആളുകളെ നാം നിർത്തലാക്കിയിട്ടില്ല. നമ്മളൊക്കെ എന്നോ തൗഹീദ് മനസ്സിലാക്കി, ഇനിയിപ്പോ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, ഇൽമിൽ നമ്മളെക്കാൾ മികച്ച ഇമാമികൾ അഇമ്മത്തുകൾ അവർക്കാർക്കും ഈ ചിന്ത തോന്നിയിട്ടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് നിങ്ങൾ ഏതുവരെ പഠിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത്ലുബുൽ ഇൽമ ഇലാ അൻ അദ്ഖുൽ ഖബർ, അത്ലുബുൽ ഇൽമ ഇലാ അൻ അദ്ഖുൽ ഖബർ, ഖബറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച നന്മകളിൽ നമ്മൾ അതിൽ വിരമിച്ചു പോകും. നമ്മൾ അതിൽ അവലംബിച്ച് നമ്മൾ നിഷ്ക്രിയരായി പോകും. നമ്മൾ ഭയക്കണം. നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത തന്നെ നമ്മെ നശിപ്പിക്കുന്ന കാര്യം. ഉജ്ബുൻ നഫ്സ് എന്ന് പറയും. ഉജ്ബുൻ നഫ്സ്, ആത്മപ്രശംസ. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ഒരിക്കൽ ചോദിച്ചു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ? അനിൽ മുസീം. അവർ പറഞ്ഞു, മൻ ظن അന്നഹു മുഹ്സിൻ വഹുവ മുസീം. ആരാണോ ഞാൻ ഏറ്റവും മെച്ചപ്പെട്ടവനാണെന്ന് വിചാരിക്കുന്നത് അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഞാൻ ഉഷാറാണ് എന്ന് വിചാരിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. സ്വഹാബത്തിന് ആർക്കും ആ വിചാരം ഉണ്ടായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബീ മുലൈക റളിയല്ലാഹു താബിഇയാണ്. അദ്ദേഹം പറയുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ നിന്ന് 30ഓളം പേരുമായി ഞാൻ സഹവസിക്കുകയുണ്ടായി. 30ഓളം പേരുമായി അദ്ദേഹം നേരിട്ട് സഹവസിക്കുകയുണ്ടായി. കുല്ലുഹും യഖാഫൂന അലൈഹിം നിഫാഖ്. അവരെല്ലാവരും അവർക്ക് മേൽ നിഫാഖിനെ ഭയപ്പെട്ടവരായിരുന്നു. അവരാരും ഞാൻ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനിനോളം വളർന്നവരാണ് എന്ന് പറഞ്ഞവരായിരുന്നു. സ്വഹാബത്തിന്റെ അവസ്ഥയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുനാഫിഖുകളുടെ ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീലൂടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു അറിയിച്ചപ്പോൾ ഉമറും ഫിൽ ജന്ന, ഉമറും സ്വർഗ്ഗത്തിലാണ് എന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ പിശാച് വഴിമാറി സഞ്ചരിക്കപ്പെടുന്ന ഉമർ ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നാലെ ഒരു കുട്ടി നടക്കുന്ന പോലെ നടന്ന് ചോദിക്കണം, എന്റെ പേര് അതിശയുണ്ടോ? മുനാഫിഖുകളുടെ ലിസ്റ്റ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഉമറിന്റെ പാഠം. ഇതാണ് സ്വഹാബത്തിന്റെ പാരമ്പര്യം. അവരാരും ഞങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ടില്ല. ജീവിച്ചിരിക്കവേ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. റളിയല്ലാഹു അൻഹു വറദു അൻഹു. അല്ലാഹു തൃപ്തിപ്പെട്ടവർ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവർ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരെന്ന് അല്ലാഹു ഖുർആൻ കൊണ്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ടവർ. ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഉത്തമ തലമുറ എന്റെ തലമുറ എന്ന് നബി തന്നിലേക്ക് ചേർത്തി പറഞ്ഞ തലമുറ. അവർക്കതൊന്നും തോന്നിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജില എന്ന ആയത്തിറങ്ങി. വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നൽകേണ്ടതെല്ലാം നൽകുകയും പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഹൃദയം പേടിച്ചു വളർത്തുന്നവർ, അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന ചിന്തയുള്ളത്. ഈ ആയത്തിറങ്ങിയപ്പോ ആയിഷ ബീവി ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലെ, അവരീ പേടിച്ചു വളർത്തുന്ന നന്മകൾ ചെയ്തിട്ടും അവർ പേടിച്ചു വളർത്തുന്നത് അവരതോടൊപ്പം തിന്മകൾ ചെയ്തുകൊണ്ടാണ്? മദ്യപിച്ചതുകൊണ്ട്, വ്യഭിചരിച്ചതുകൊണ്ട്, മോഷ്ടിച്ചതുകൊണ്ടുമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുകയാണ്, ലാ അബിത്ത സിദ്ദീഖിന്റെ മകളെ അല്ല. അവർ നന്മകൾ പ്രവർത്തിച്ചതിനോടൊപ്പം തിന്മകൾ പ്രവർത്തിച്ചതുകൊണ്ടല്ല പേടിച്ചു വളർത്തുന്നത്. അവർ ചെയ്ത നന്മകൾ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കാതെ പോയെങ്കിലോ എന്നാണ് അവർ പറയുന്നത്. നന്മകളോടൊപ്പം സമാന്തരമായി തിന്മകൾ സംഭവിച്ചതുകൊണ്ടല്ല, ചെയ്ത നന്മകൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാതെ പോയെങ്കിലോ എന്ന പേടിയാണ് നന്മകൾ ചെയ്തിട്ട് അവരെ കൽബിനെ പേടിപ്പിച്ചത് എന്നായത്തിന് വിശദീകരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് മുഅ്മിനിന്റെ അടയാളം. അൽ മുഅ്മിനു ജമഅ ഇഹ്സാനൻ വശഫഖ. പണ്ഡിതന്മാർ പറയും, ഒരു മുഅ്മിൻ അവൻ നന്മയും ഏറ്റവും വലിയ നന്മ തൗഹീദ്, അവൻ നന്മയും അതോടൊപ്പം ഭയവും സമ്മതിക്കുന്നവൻ. നന്മ അവന്റെ ജീവിതത്തിലുണ്ടാവും, തൗഹീദ് വനവൃക്ഷമായി പന്തലിച്ചിട്ടുണ്ടാകും, അതോടൊപ്പം മറ്റു നന്മകളുണ്ടാവും. എന്നാലും അവന് പേടിയാണ്. ഇത് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ള വല്ല ഉറപ്പുണ്ടാവും നമുക്ക്, അതുകൊണ്ട് പേടിയാണ്. ഇതായിരുന്നു മുഅ്മിനിന്റെ അവസ്ഥ. എന്നാൽ മുനാഫിഖ്
ഒരു മുനാഫിഖ് അവന്റെ അവസ്ഥ അവന്റെ ജീവിതത്തിൽ തിന്മകളായിരിക്കും, പക്ഷെ അവൻ നിർഭയത്വത്തിലായിരിക്കും. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ രക്ഷപ്പെടും, ഞാൻ കഴിച്ചിടാകും എന്ന നിർഭയത്വവുമായി തിന്മകളായിരിക്കും അവന്റെ കൂടെ പറഞ്ഞു. ഇതിലേതിലാണ് നമ്മൾ സ്വയം വിചാരണ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നന്മകളിൽ നമ്മൾ അഭിനമിച്ചു പോകാം. നമ്മൾക്ക് കിട്ടിയ ദീനിയായ നേട്ടങ്ങൾ, ഹിദായത്ത്, തൗഹീദ്, സുന്നത്ത്, സലഫിയ്യത്ത്, ഹഖ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്ത അവന്റെ ഔദാര്യമാണ്, അവന്റെ ഓശാരമാണ്, അവന്റെ കനിവാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റത്ത് വിശപ്പ് സഹിക്കവയ്യാതെ കല്ല് കെട്ടിവെച്ചു. സ്വഹാബത്തിന്റെ വയറ്റിൽ ഓരോ കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയറ്റിൽ 2 കല്ലാണ്. അങ്ങനെ മണ്ണിലിറങ്ങി കിടന്നു കുടിച്ച് അവിടുത്തെ വയറിന്റെ വെളുപ്പ് മണ്ണ് പുരണ്ട് നിറം മങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അറിയിക്കണം, വല്ലാഹി ലൗലല്ലാഹ് മഹ്തദൈനാ ഫലാ സദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹു സത്യം, അല്ലാഹുവിന്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കില്ലായിരുന്നു, നമ്മൾ നിസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ്യമാണ്. ആയിഷ ബിവിയോട് പറയാണ്, ഒരാളും അവരുടെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും റസൂലെ താങ്കളും അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ ഞാനും, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു എന്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിഞ്ഞാലല്ലാതെ. അതുകൊണ്ട് എന്ത് നന്മകൾ ദീനിയായി ലഭിക്കുന്നുണ്ടോ അത് നമുക്ക് അല്ലാഹു നൽകിയ ഓശാരമാണ്, ഔദാര്യമാണ്, കനിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടോ നമ്മൾ മെച്ചപ്പെട്ടവരായതുകൊണ്ടോ നമ്മുടെ ക്രെഡിറ്റായി നമ്മൾ അങ്ങോട്ട് കാണിച്ച ഔദാര്യമായി നമ്മൾ എടുത്തു പറയുന്ന അവസ്ഥ, ചിന്തിക്കുന്ന അവസ്ഥ, അതിൻ്റെ ഒരു പുഴുക്കുത്ത് പോലും മനസ്സിലുണ്ടാകും. അത് നമ്മെ, അങ്ങനെയുള്ള ആളുകൾ ചരിത്രത്തിൽ അവരുടെ അവസാനം പര്യവസാനം മോശമായതായി കാണാം. വലിയ നന്മകളിൽ സഞ്ചരിച്ചവർ, വലിയ പണ്ഡിതന്മാരെന്നറിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മറുപടി പറഞ്ഞവർ, നിരീശ്വരവാദികൾക്ക്, പുരാതന കാലത്തെ മുൽഹിദുകൾക്ക് മറുപടി പറയാൻ വേണ്ടി കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ പേജുകൾ മാറ്റിവെച്ചവർ അവസാനം നിരീശ്വരവാദിയെ മരിച്ച, മുൽഹിദായി വ്യത്യസ്തമായി മരിച്ച ചരിത്രം സൗദി അറേബ്യയിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലുണ്ട്. വല്ലാഹി എനിക്കറിയാം, നമ്മളെക്കാൾ ഹൈറുണ്ട് എന്ന് പ്രതീക്ഷിച്ച ദീൻ പഠിച്ചവർ, ദീൻ എവിടുന്ന് പഠിച്ചവർ, ശരിയായ പണ്ഡിതന്മാരെ എടുത്തുപോയി പഠിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര നന്മ നമുക്ക് ദീനിയായി ലഭിച്ചാലും നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരായി, അതിൽ ചടഞ്ഞിരിക്കുന്നവരായി, കൂടുതൽ പഠിക്കാതെ, കൂടുതൽ പ്രവർത്തിക്കാതെ, അതിൽ അവലംബിച്ച് നിഷ്ക്രിയരാകുന്നവരായി നമ്മൾ മാറുക. അത് ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഈ മഹത്തായ പാഠം ഉമ്മത്തിനെ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതില്ല, ലാ തുബശ്ശിർഹും ഫയത്തകിലു എന്നെന്തുകൊണ്ടാണ് എഴുതുവാനോ? സഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മോശം പര്യവസാനത്തിന് കാരണമാകുമെന്ന് നബി ഭയന്നതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ വിഷയത്തിൽ. നമ്മുടെ വിഷയത്തിലോ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ നബി അത് ഭയക്കുന്നത് കൊണ്ട് ബാക്കി വെച്ച പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരു ദർശനം നമുക്കുണ്ടാവും, അതിനുശേഷം അടുത്ത ഹദീസിൽ പ്രവേശിക്കും. هذا والله تعالى بالصواب وهو ولي التوفيق. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم.